പ്രിലിംസിൻ്റെ 30 ഡേയ്സിന് മുമ്പ് അല്ലെ 1 മന്ത് ബിഫോർ പ്രിലിംസ് എന്തായിരിക്കണം ഒരാളുടെ സ്ട്രാറ്റജി എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ എപ്പോഴും ഒരു എക്സാമിന് തൊട്ട് മുമ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡേ മൈനസ് ആണ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ദിവസം മുമ്പ് എന്ത് ചെയ്യണം, 2 ദിവസം മുമ്പ് എന്ത് ചെയ്യണം, അങ്ങനെയായിരിക്കും കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഞാനിവിടെ പറയാൻ പോകുന്നത് ഡി മൈനസ് ഒരു 10 ഡേയ്സ് ഞാൻ വിട്ടേക്കുക. സോ ഏറ്റവും അവസാനത്തെ ഒരു 10 ദിവസം ഇതിനെപ്പറ്റി ഇപ്പോഴേ പറയുന്നില്ല, അതിന് മുമ്പുള്ളൊരു 20 ദിവസം. അപ്പോൾ ആദ്യത്തെ ഒരു 20 ദിവസം എന്ത് ചെയ്യണമെന്ന് നമുക്കിപ്പോൾ ബ്രീഫ്ലി നോക്കാം. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്തിരുന്നത് ഒരു എൻ്റെ ഡേ ഏത് ദിവസമാണെങ്കിലും 5-6 കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കത്തില്ല. മാക്സിമം ഒരു 4 കാര്യങ്ങളെ എൻ്റെ ദിവസത്തിലുണ്ടാവും. സോ ഒരു മിനിമം റിക്വയർമെൻറ്റ് വുഡ് ബി GSൻ്റെ എന്തെങ്കിലും ഒരു പോർഷൻ പഠിക്കുക, അല്ലെങ്കിൽ CSATൻ്റെ എന്തെങ്കിലും ഒരു പോർഷൻ പഠിക്കുക. ദിസ് ഇസ് ലേണിംഗ്. രണ്ടാമത്തെ കാര്യം GSൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം CSATൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. നാലാമത്തെ കാര്യം കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യുക. ഈ 4 കാര്യങ്ങളായിരിക്കും മാക്സിമം എൻ്റെ ഒരു ദിവസത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇത് കൂടുതൽ ഞാൻ ഏറ്റെടുക്കത്തില്ല. ഇനി എൻ്റെ ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വെള്ളയമ്പലത്ത് ഒരു റീഡിംഗ് റൂമിൽ പോകുമായിരുന്നു. ഞാൻ രാവിലെ ഒരു 7 മണി, ഒരു 6:30-7 മണിയാകുമ്പോൾ എഴുന്നേക്കും. ഇത് ജസ്റ്റ് 1 മന്ത് ബിഫോർ പ്രിലിംസ് ആണ്. അപ്പോൾ 7 മണി 7:30 ആകുമ്പോൾ ഏകദേശം ആ ഒരു സമയത്ത് എഴുന്നേക്കും. ഒരു 1 hour കൊണ്ട് ഞാൻ കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് എനിക്കൊരു 2-3 മിനിറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു റീഡിംഗ് റൂമിലോട്ട് നടക്കാൻ. അപ്പോൾ ഞാൻ നടന്ന് റീഡിംഗ് റൂമിലെത്തും. എൻ്റെ ഒരു 9 to 8:30 to ഒരു 3 hours ഒരു ഫസ്റ്റ് സെഷൻ ആയിരിക്കും. പിന്നെ ഞാൻ ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുക്കും. പിന്നെ ഒരു 3 hour സെഷൻ. അത് കഴിയുമ്പോഴത്തേനും എൻ്റെ എനർജി നല്ലതായിട്ട് ഡ്രെയിൻ ആവും. അപ്പോൾ പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരു 2 hour സെഷൻ അങ്ങനെ എന്തെങ്കിലും എടുക്കും. സോ ഓൾ ഇൻ ഓൾ മേ ബി ഒരു 10 hours ആയിരിക്കും പ്രിലിംസിന് മുമ്പ് ഒരു ദിവസം പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പരിപാടി. സെഷൻസിൻ്റെ ഡ്യൂറേഷൻ, സമയം, ബ്രേക്ക് എടുക്കുന്നതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റും. പക്ഷേ എൻ്റെ ഒരു സ്ട്രാറ്റജി ബ്ലോക്കുകളായിട്ട് തിരിച്ച് എനിക്ക് മാക്സിമം ആക്റ്റീവ് ആയിട്ടുള്ള സമയം രാവിലെ ആയതുകൊണ്ട് രാവിലെ ഒരു 3 hour ബ്ലോക്കും ഉച്ച കഴിഞ്ഞ ഒരു 2 hour ബ്ലോക്കും ചെയ്ത് ഒരു 10 hours മൊത്തം മീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡെയിലി ഷെഡ്യൂൾ. ഇനി ഈ 20 ഡേയ്സിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു. പക്ഷേ 20 ഡേയ്സിൽ യു ക്യാൻ ഡിവൈഡ് യുവർ സിലബസ് അല്ലെങ്കിൽ യുവർ പോർഷൻസ് അക്കോർഡിംഗ്ലി. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പോളിറ്റി ഇപ്പോൾ എടുക്കുക. പോളിറ്റിക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു 3 ദിവസം പോളിറ്റിക്ക് വേണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ 3 ദിവസം പോളിറ്റിക്ക് വേണ്ടി കൊടുക്കുക. അടുത്തൊരു 3 ദിവസം മോഡേണിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ 6 ദിവസമായി. എൻവയൺമെൻറ്റിന് ഒരു 3 ദിവസം കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഒരു ഇഷ്ടാനുസരണം എത്ര ദിവസം കൊടുക്കണോ അത്രയും ദിവസം കൊടുത്ത് ആ 20 ഡേയ്സ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 days ഫോർ പോളിറ്റി, 3 days ഫോർ മോഡേൺ, 3 days ഫോർ എൻവയൺമെൻറ്റ്, 2 days ഫോർ ഇക്കോണമി, അങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഫില്ല് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓൾവേസ് കീപ് ബഫർ. ഒരു ദിവസമോ 2 ദിവസമോ എങ്കിലും ബഫർ വെക്കുക. കാരണം ഇൻ കേസ് സംതിങ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ 1 day, അത് അടുത്ത ദിവസത്തേക്ക് സ്പിൽ ഓവർ ചെയ്യും. ഇന്നെവിറ്റബിളി അത് സംഭവിക്കും. അപ്പോൾ ആ ബഫർ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്പിൽ ഓവർ ചെയ്യുന്നത് ആ ബഫർ ഡേയിൽ തീർക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ 20 ഡേയ്സ് പോകുന്നത്. ഇനിയും ഈ ദിവസങ്ങളിലാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഡെയിലി 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1 GSൻ്റെയോ CSATൻ്റെയോ ലേണിംഗ്, 2 GSൻ്റെ ഒരു ടെസ്റ്റ്, 3 CSATൻ്റെ ഒരു ടെസ്റ്റ്, 4 കറണ്ട് അഫയേഴ്സ്. ഇവിടെ GSൻ്റെ ടെസ്റ്റിന് പകരം നമുക്ക് ഓരോ വർഷത്തെയും PYQs വേണമെങ്കിൽ എടുക്കാം. സോ ഇപ്പോൾ ഒരു ദിവസം 2013 PYQ മൊത്തം എടുത്ത് അത് മാത്രം ചെയ്യാം. അടുത്ത ദിവസം 2014 എടുത്ത് അത് മാത്രം ചെയ്യാം. ഈവൻ ഇഫ് യു നോ ഓൾ PYQs കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഐ വുഡ് സ്റ്റിൽ അഡ്വൈസ് പീപ്പിൾ ടു ഡു PYQs. ശ്രദ്ധിച്ച് ചുമ്മാതെ ക്വസ്റ്റ്യൻ കണ്ടു ആൻസർ ഇതെനിക്ക് അറിയാമല്ലോ എന്ന് സോൾവ് ചെയ്ത് പോകുന്നതല്ല. നിങ്ങൾക്ക് അറിയാമെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും പാറ്റേൺ, എക്സ്ട്രാ എന്തെങ്കിലും കാര്യം, എക്സ്ട്രാ എന്തെങ്കിലും ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് ഓപ്ഷൻസിലേക്ക് ശ്രദ്ധിക്കുക. സോ ഓപ്ഷൻസിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടോ, അല്ലെ ആ ഓപ്ഷൻസിൻ്റെ എന്തെങ്കിലും നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമോ, എന്തിനായിരിക്കും UPS ഈ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തത്, അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് പോവുക. ഓക്കെ, സോ ഇതാണ് ആ ഒരു ആദ്യത്തെ 20 ഡേയ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ബാക്കി ഒരു 10 days ഉണ്ട്. ഈ 10 days ആക്ച്വലി ഈസ് അപ് ടു യു. എങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത് എന്താ പറയുന്നത്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനും നിങ്ങളുടെ സ്റ്റൈലിനനുസരിച്ചിരിക്കും. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഈ 10 days
എനിക്ക് ബാക്കി വന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് ഒന്ന് ചാർട്ട് ഔട്ട് ചെയ്യും. സോ ഈ 20 ദിവസം ഞാൻ കൊടുത്തു, അതിനകത്ത് 2 ദിവസം ബഫർ ഇട്ടു, എന്നാലും എനിക്ക് കുറേ കാര്യങ്ങൾ ലെഫ്റ്റ് ഔട്ട് ആവും. അപ്പം ഞാൻ ആ കാര്യങ്ങൾ ബാക്കിയുള്ള 10 ദിവസം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ യൂഷ്വലി എനിക്ക് കോൺസെപ്ച്വലി അത്ര ക്ലിയർ അല്ലാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് ജസ്റ്റ് നോക്കി അത് നോക്കും. അല്ലെങ്കിൽ വീണ്ടും റിവിഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദീസ് 10 days ആർ കംപ്ലീറ്റ്ലി എൻ്റെ ഒപ്പീനിയനിൽ ഷുഡ് ബി ഫ്ലെക്സിബിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ബിക്കോസ് വൺ അതർ വേസ് നിങ്ങൾ ആ 20 ദിവസം ചെയ്ത കാര്യം അതേപോലെ തന്നെ ടൈം ഷോർട്ടാക്കി മേ ബി ഹാഫ് ചെയ്തിട്ട് ഈ 10 ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒരു മാസത്തിനിടയ്ക്ക് 2 പ്രാവശ്യം റിവൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ കുറച്ച് എനിക്ക് ഭയങ്കര ഐഡിയലായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 20 ദിവസം ചെയ്ത കാര്യം അതേപോലെ അടുത്ത 10 ദിവസം റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അതുകൊണ്ട് കീപ്പ് ഇറ്റ് ഫ്ലെക്സിബിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനിയും ഒരു ലാസ്റ്റ് കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പൊക്കെ 3 ദിവസം മുമ്പാകുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നമുക്ക് ഒരു 10 പുസ്തകം കാണും, 10 ബുക്സ് കാണും, നമ്മൾ എഴുതിയേക്കുന്ന ഇഷ്ടം പോലെ നോട്ട്സ് കാണും, കുറേ മന്ത്ലി മാഗസിൻ കാണും. 3 ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്താലും നമുക്കിതെല്ലാം റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ വി നീഡ് ടു അക്സെപ്റ്റ് ദാറ്റ് തിങ്സ് ആർ നോട്ട് ഇൻ അവർ കൺട്രോൾ. ഇതെല്ലാം എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വി നീഡ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. ബിലീവ് ദാറ്റ് ഞാൻ എന്നോ ഇത് പഠിച്ചിട്ടുണ്ട്, ഐ ഹാവ് അക്യുമുലേറ്റഡ് ദ നോളജ്. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ബുക്ക് മൊത്തം വായിക്കേണ്ട ഒരു സമയം ഇല്ല, എനിക്ക് വായിച്ചാൽ എനിക്ക് വട്ടുപിടിക്കും, അതുകൊണ്ട് ഞാൻ വായിക്കത്തില്ല എന്ന് തന്നെ തീരുമാനിച്ച് ഉള്ള സമയം യൂസ് ചെയ്യുക. സോ ആ ഒരു 3 days ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി 3 days 2 days ബിഫോർ പ്രിലിംസ് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ടാകുന്നതാണ്. അത് പഠിച്ചില്ല ഇത് പഠിച്ചില്ല. പക്ഷേ ലെറ്റ് ഗോ ഓഫ് ദറ്റ് ഇലൂഷൻ ഓഫ് കൺട്രോൾ ആൻഡ് ജസ്റ്റ് എന്താ പറയുന്നത്, ബിലീവ് ദറ്റ് യു ഹവ് ഡൺ ഇറ്റ്. ഇത് ഞാൻ പറയുന്നതിന് ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്. ഞാൻ എൻ്റെ 2022 പ്രിലിംസ് എഴുതുമ്പോൾ ഐ ഹാഡ് ഡൺ ഓൾ സോർട്സ് ഓഫ് ബേസിക് ബുക്സ് എല്ലാം വായിച്ചു, ഞാൻ കുറേ മോക്സ് ഒക്കെ ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്തു. പക്ഷേ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ലെഫ്റ്റ് ഔട്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അപ്പോൾ അന്ന് ഞാൻ അവിചാരിതമായി കണ്ട ഒരു യൂട്യൂബിലെ ഷോർട്ടാണ്. ഞാൻ നേരത്തെ സിനിമ കണ്ടിട്ടുണ്ട്, കുങ്ഫു പാണ്ടയിൽ മാസ്റ്റർ ഊഗ്വേയും തമ്മിലുള്ള ഒരു ഡയലോഗുണ്ട്. അപ്പോൾ അതിനകത്തിൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് തോന്നുന്നു മാസ്റ്റർ ഊഗ്വേ ഷീഫുവിനോട് പറയുന്നതാണ്, അതോ തിരിച്ചാണോ, എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ക്യാരക്ടറിൻ്റെ പേര് ഓർമ്മയില്ല. ലെറ്റ് ഗോ ഓഫ് ദി ഇലൂഷൻ ഓഫ് കൺട്രോൾ ആൻഡ് ജസ്റ്റ് ബിലീവ്. അത് ശ്രീമന കുങ്ഫു പാണ്ഡയെ പറ്റി പറയുന്നതാണ്, പോയെ പറ്റി പറയുന്നതാണ്. ദ പാണ്ഡ വിൽ നോട്ട് ഫുൾഫിൽ ഹിസ് ഡെസ്റ്റിനി നോർ യു യോഴ്സ് ഇഫ് യു ഡു നോട്ട് ബിലീവ്. അപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് മനസ്സിനോടങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് ഐ വാസ് ഇൻ ദ എക്സാം ഹാളിലാണെങ്കിലും ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ലെറ്റ് ഗോ ഓഫ് ദി ഇലൂഷൻ ഓഫ് കൺട്രോൾ ആൻഡ് ജസ്റ്റ് ബിലീവ്. കാരണം ഞാൻ ചെയ്തിട്ടുണ്ട്, ഐ പുട്ട് ഇൻ ദി എഫേർട്ട്, ആൻഡ് ഇനിയുള്ള കാര്യം എൻ്റെ കൺട്രോളുള്ളതല്ല. ഐ ഹവ് given maximum what I could give. Now everything is not in my hands. അത്ര എനിക്കറിയത്തുള്ളൂ. സോ അങ്ങനെ ട്രൈ ടു ബ്രിങ് ഇൻ. ഇപ്പോൾ ദിസ് ഇസ് മൈ സ്ട്രാറ്റജി. വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ. അപ്പോൾ വാട്ട് എവർ വേസ് ഇൻ വിച്ച് യു കുഡ് കാം യുവർ സെൽഫ് ഡൗൺ ആൻഡ് തിങ്ക് ഇൻ ദി എക്സാം ഹാൾ, യൂസ് ഇറ്റ്. ബിക്കോസ് അവസാനം എത്ര പഠിച്ചു എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് യു നീഡ് എ കാം ആൻഡ് കമ്പോസ് മൈൻഡ്. അപ്പോൾ ഇതാണ് എൻ്റെ 30 days പ്രിലിം സ്ട്രാറ്റജി. 1 month ബിഫോർ പ്രിലിംസ് ഞാൻ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ആക്ച്വൽ പ്രിലിംസ് ഡേയിൽ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊക്കെ തന്നെ 1 month ബിഫോർ ചെയ്യാൻ നോക്കുകയായിരുന്നു. രാവിലെ നമുക്ക് 9 to 11 ആണ് പ്രിലിംസ് എങ്കിൽ നമ്മൾ മേ ബി ഒരു 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും. ഞാൻ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം 9 to 11 ആ പ്രിലിംസിന്റെ സമയത്ത് UPSCയുടെ തന്നെ PYQs പ്രിന്റ് എടുത്തു. എന്നിട്ട് എക്സാം എഴുതുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ പേപ്പർ സോൾവ് ചെയ്യും. എല്ലാ ദിവസവും ആ ഒരു റുട്ടീൻ ആക്കി. അതിനുശേഷം ലഞ്ച് കഴിച്ച് CSAT ചെയ്യുന്ന സമയത്ത് തന്നെ CSAT പേപ്പേഴ്സിന് പ്രിന്റ് എടുത്ത് CSAT പേപ്പേഴ്സ് സോൾവ് ചെയ്യും. ഇതിന്റെയൊക്കെ ആൻസേഴ്സ് ഓൾറെഡി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയായിരിക്കും. എങ്കിൽ പോലും എക്സാമിന്റെ ദിവസം നമുക്ക് പുതിയതായിട്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു ആ ഒരു റുട്ടീൻ ബിൽഡ് ചെയ്യാൻ നോക്കുമായിരുന്നു പ്രിലിംസിന് ഒരു 1 month ബിഫോർ ചെയ്ത കാര്യങ്ങൾ. പിന്നെ അത് കൂടാതെ PYQന് പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഒരുപാട് റിവൈസ് ചെയ്തു. ഇതാണ് 1 month ബിഫോർ പ്രിലിംസ് കൂടുതലായിട്ട് ചെയ്ത കാര്യങ്ങൾ. ലാസ്റ്റ് 30 days ഓഫ് പ്രിലിംസിൽ പ്രൈമറിലി ഞാൻ റിവിഷൻ ആണ് ചെയ്തിട്ടുള്ളത്. പരമാവധി പുതിയ കണ്ടന്റ് ഇനി പഠിക്കാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. പിന്നെ
ക്വസ്റ്റ്യൻ ഇനി മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് ചെയ്യാം. ബിക്കോസ് മേ ബി ആൻസേഴ്സ് മോക്ക് ടെസ്റ്റിന്റെ മാർക്ക് കുറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് എഫക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ ടു എൻഷുർ ദാറ്റ് നമ്മൾ പ്രിലിംസ് മൈൻഡ് സെറ്റിലാണ്, അല്ലെങ്കിൽ 2 hours ചെയ്യാനുള്ള ഒരു മെന്റൽ പ്രസൻസ് നമുക്കുണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട് ഇടയ്ക്ക് 1-2 മോക്സ് എടുക്കാം. 2 hours ഫുൾ ലെങ്ത് ടെസ്റ്റ് എടുക്കാം. ആൻഡ് പിന്നെ മെയിൻ ആയിട്ടും നമ്മുടെ ബേസിക് ബുക്സ് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യലിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഒരു ബുക്ക് ഇപ്പം പഠിച്ച് മാറ്റി വെക്കുവാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടന്റ്സ് നമുക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റിലേക്ക് എഴുതി വെക്കാം. സോ ദാറ്റ് പ്രിലിംസിന്റെ ലാസ്റ്റ് 2 ഡേയ്സിലേക്ക് അത് റിവൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ആർട്ട് ആൻഡ് കൾച്ചർ പോലുള്ള ബുക്സ് നിതിൻ സിൻഹാനിയൊക്കെ ആണെങ്കിൽ ഇത്തിരി ഫാക്ട് റിച്ച് ആണ്. സോ അത് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് റിവൈസ് ചെയ്ത് മാറ്റി വെക്കാൻ ഒരു മനസ്സ് തോന്നില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫാക്ട്സ് എടുത്ത് വെച്ച് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 1 ഡേയിലേക്ക് 1 or 2 ഡേയ്സിലേക്ക് റിവൈസ് ചെയ്യാം. ആൻഡ് എൻഷുർ ദാറ്റ് CSAT നമ്മൾ വിട്ടു പോകരുത്. ഒരു ദിവസം എപ്പോഴെങ്കിലും നമുക്ക് അത്ര പഠിച്ച് മതിയായ സമയത്ത് ഉച്ചയ്ക്ക് ഒരു സമയത്ത് 2 o'clock ഒരു ഫുൾ ലെങ്ത് CSAT ടെസ്റ്റ് ഇടയ്ക്ക് എടുക്കുന്നതും നല്ലതായിരിക്കും. പ്രിലിംസിൻ്റെ ലാസ്റ്റ് 1 month ഞാൻ കൂടുതലും കോൺഫിഡൻസ് ബിൽഡിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പം ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്നത് വീക്കായ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തത് അത് കൂടുതലായിട്ട് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കീകളൊന്ന് റിവൈസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ആയിട്ട് CSAT ഇതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് ഞാൻ നോക്കിയിരുന്നു. പിന്നെ ലാസ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 2 week അല്ലെങ്കിൽ 1.5 week മോസ്റ്റ്ലി PYQയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ PYQയിൽ തന്നെ അത് ചെയ്ത് നോക്കും. ഓൾറെഡി ഫെമിലിയറൈസ്ഡ് ആയതുകൊണ്ട് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അത് കോൺഫിഡൻസ് കൂട്ടിയിരുന്നു. പിന്നെ അതൊന്ന് അനലൈസ് ചെയ്യും, എവിടെയാണ് തെറ്റ് വരുത്തിയത്, അതെങ്ങനെ ശരിയാക്കാം. ഇതാണ് മെയിനായിട്ടും ലാസ്റ്റ് 1 month ഞാൻ ചെയ്തിരുന്നത്.